ഈ കാലഘട്ടത്തിൽ നമ്മൾ മനുഷ്യ സമൂഹത്തിന് അഭിമുഖീകരിക്കുന്ന പ്രശ്നങ്ങൾ നമുക്കറിയാം. ഇന്ന് ലോകത്ത് ടെക്നോളജിയുടെ ഒരു വികാസം അത് വളരെയധികം ദ്രുതഗതിയിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഈ ടെക്നോളജിയുടെ ഗുണങ്ങൾ കൊണ്ട് ലോകത്ത് ഒരുപാട് പുരോഗമനമായ പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു. എന്നാൽ അത് എല്ലാ സമൂഹത്തിലും എത്തിയിട്ടില്ല. പല സമൂഹങ്ങളിൽ നിന്നും ടെക്നോളജിയിൽ പിന്നോക്കമാണ്. അതിന് കാരണം യഥാർത്ഥത്തിൽ അവർക്ക് അതിനെപ്പറ്റിയുള്ള ബുദ്ധി ഇല്ലാത്തത് കൊണ്ടോ അതിനുള്ള പ്രാപ്തി ഇല്ലാത്തത് കൊണ്ടോ അല്ല. പാരമ്പര്യമായ പല വിശ്വാസങ്ങളും ആചാരങ്ങളും അനാചാരങ്ങളും അന്ധവിശ്വാസങ്ങളും തലയിലേറ്റിയത് കൊണ്ട് അവരുടെ ബുദ്ധിയും അവരുടെ കഴിവുകളും ഉപയോഗിക്കാതെ അനാവശ്യമായ കാര്യങ്ങളുടെ പിന്നാലെ പോകുന്നത് കൊണ്ട് അവർക്ക് ലഭിക്കേണ്ട ഒരുപാട് ഗുണങ്ങൾ അവർക്ക് ലഭിക്കാതെ പോകുന്നുണ്ട്. അതുപോലെ തന്നെ പല രാഷ്ട്രങ്ങളിലും പരസ്പരമുള്ള മതങ്ങൾ തമ്മിലും മതവിശ്വാസികൾ തമ്മിലും ജാതികൾ തമ്മിലും അവിടുത്തെ വർഗങ്ങൾ തമ്മിലുമുള്ള ഗോത്രങ്ങൾ തമ്മിലുള്ള സംഘടനകൾ ആഭ്യന്തര യുദ്ധങ്ങൾ. ഇപ്പൊ സോമാലിയയിലൊക്കെ എന്തുകൊണ്ട് സോമാലിയ വികസിക്കുന്നില്ല, അവിടെ എന്തുകൊണ്ട് പട്ടിണിയാകുന്നു എന്നതിന്റെ പ്രധാനപ്പെട്ട കാരണം അവിടുത്തെ ആഭ്യന്തര യുദ്ധമാണ്. അപ്പൊ ഈ രൂപത്തിലുള്ള ആഭ്യന്തര യുദ്ധങ്ങളും തർക്കങ്ങളും ഉള്ളതുകൊണ്ടാണ് ലോകത്ത് പല രാഷ്ട്രങ്ങൾക്കും വികാസം സംഭവിക്കാൻ സാധ്യതയില്ലാത്തത്. ഇന്ത്യയിൽ തന്നെ പലതരം ജാതികളും ഉപജാതികളും മതങ്ങളും പലതരം അന്ധവിശ്വാസങ്ങളും അനാചാരങ്ങളും നിലനിൽക്കുന്നത് കൊണ്ടാണ് ഇന്ത്യ പോലുള്ള രാഷ്ട്രങ്ങൾക്ക് വികസിക്കുവാൻ സാധിക്കാത്തത്. അപ്പോൾ ഇത്തരം അന്ധവിശ്വാസങ്ങളും അനാചാരങ്ങളും ഇല്ലായ്മ ചെയ്യുക എന്നത് നമ്മുടെ ഒരു പ്രധാനപ്പെട്ട ലക്ഷ്യം തന്നെയാണ്. അതോടുകൂടി തന്നെ ഇന്ന് നമുക്കറിയാം പല വികസിത രാഷ്ട്രങ്ങളിലും അവിടുത്തെ വിഭവങ്ങളെല്ലാം അതിന്റെ ഉപയോഗത്തിന്റെ പരമാവധി എത്തിയിരിക്കുകയാണ്. ഇന്ന് ലോകത്തുള്ള എല്ലാ ജനങ്ങൾക്കും 700 കോടി മനുഷ്യർക്കും ആവശ്യത്തിന് ഭക്ഷണം കഴിക്കാനുള്ള വിഭവങ്ങൾ, അതിനുള്ള ക്രയശേഷി, അതിനുള്ള ടെക്നോളജി ഇന്ന് ലോകം സംശീകരിച്ചിട്ടുണ്ട്. അതുപോലെ അവർക്കാവശ്യമുള്ള ഭക്ഷണം, അവർക്കാവശ്യമുള്ള വസ്ത്രങ്ങൾ ഇതെല്ലാം ഇവിടെ ലഭ്യമായിട്ടുണ്ട്. പിന്നെ എന്തുകൊണ്ടാണ് ലോകത്ത് പല സ്ഥലങ്ങളിലും പട്ടിണി? യഥാർത്ഥത്തിൽ പട്ടിണിയുടെ കാരണങ്ങൾ അത് ടെക്നോളജിയുടെ അഭാവം കൊണ്ടല്ല, മറിച്ച് ഇത് ഗുണപരമായിട്ട് അത് വിതരണം ചെയ്യുന്നവർക്കാണ് ഇന്ന് അഭാവമുള്ളത്. അതുകൊണ്ട് ലോകത്തിന് കഴിഞ്ഞ ആഴ്ച പറഞ്ഞതുപോലെ അന്നത്തെ ഒരു പത്രത്തിലുള്ള റിപ്പോർട്ട് പ്രകാരം കോടിക്കണക്കിന് സമ്പത്തിന്റെ ഭക്ഷ്യധാന്യങ്ങൾ നശിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അനാവശ്യമായ ദൂരത്തിന്റെ പേരിലും വേണ്ട രൂപത്തിൽ വിതരണം ചെയ്യാത്തതിന്റെ പേരിലും ഒരുപാട് ഭക്ഷ്യധാന്യങ്ങളും മറ്റുള്ള വിഭവങ്ങളും അനാവശ്യമായി നശിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ പൊങ്ങച്ചത്തിന്റെ പേരിൽ അനാവശ്യമായി ഒരുപാട് സമ്പത്ത് ദുരുപയോഗം ചെയ്യപ്പെട്ടിരിക്കുകയാണ്. ഇതെല്ലാം ശരിയായ രൂപത്തിൽ വിതരണം ചെയ്യുകയാണെങ്കിൽ ഇന്ന് ലോകത്ത് ഒരാൾ പട്ടിണി കിടക്കുകയോ കഷ്ടപ്പെടുകയോ ചെയ്യേണ്ടതില്ല. അപ്പോൾ ഖുർആൻ എന്ന ഗ്രന്ഥത്തെ നമ്മൾ വായിക്കുമ്പോൾ അത് ഏത് രൂപത്തിൽ നമ്മൾ വായിച്ചെടുക്കേണ്ടതുണ്ട് എന്ന് നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട്. ഇപ്പൊ വികസിത രാഷ്ട്രങ്ങളിൽ പോലും പല പ്രശ്നങ്ങളുണ്ടാകുന്നത് അവിടെ സമ്പത്തിന്റെ അഭാവം കൊണ്ടല്ല. അമേരിക്കയിൽ ഇപ്പൊ അടുത്ത കാലത്ത് ഒരു വെടിവെപ്പ് നടത്തി കുറെ സ്കൂൾ കുട്ടികളൊക്കെ കൊന്നത് അവിടെ സാംസ്കാരികമായ ഒരു അഭാവം കൂടി, വ്യക്തിയുടെ ഒരു ശുദ്ധീകരണം കൂടി ഇല്ലാത്തത് കൊണ്ടാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് ഖുർആനിന്റെ വായനയിൽ 2 കാര്യങ്ങൾ പ്രധാനമായി വിളിച്ചിരിയേണ്ടതുണ്ട്. അതിലൊന്ന് ഒരു വ്യക്തിയെ, ഏത് വ്യക്തികളെയും സംസ്കരിച്ചെടുക്കുക എന്നത് അതിന്റെ പ്രധാനപ്പെട്ട ലക്ഷ്യമാണ്. ഓരോ വ്യക്തികളെയും അവരുടെ സ്വഭാവങ്ങളെ സംസ്കരിച്ച് അത് പൊതുസമൂഹത്തിന് ഗുണകരമാക്കി തീർക്കുക എന്നതാണ് ഖുർആനിന്റെ ഒരു വ്യക്തമായ ലക്ഷ്യം. ഓരോ വ്യക്തിയുടെയും ചിന്തകളെ, ഓരോ വ്യക്തിയുടെ പ്രവർത്തനങ്ങളെ അത് പൊതുസമൂഹത്തിന്, സമൂഹത്തിലെ എല്ലാ അംഗങ്ങൾക്കും അത് ജാതി നോക്കാതെ, മതം നോക്കാതെ, വർഗം നോക്കാതെ, ദേശം നോക്കാതെ സമൂഹത്തിലെ എല്ലാ അംഗങ്ങൾക്കും ഒരുപോലെ ഗുണകരമായ ഒരു ചിന്തയിലേക്ക് ഓരോ വ്യക്തിയെയും വളർത്തിക്കൊണ്ട് വരേണ്ടതുണ്ട്. ഇങ്ങനെ ഒരു വ്യക്തിയുടെ ചിന്തകളെയും പ്രവർത്തനത്തെയും അവരുടെ വ്യക്തിത്വത്തെ വികസിപ്പിച്ച് സംസ്കരിച്ചു കൊണ്ടുവരിക എന്നത് ഖുർആനിന്റെ ഒരു പ്രധാനപ്പെട്ട ലക്ഷ്യമാണ്. ഈ ലക്ഷ്യമില്ലാത്തത് കൊണ്ട്, ഈ ഒരു ദർശനമില്ലാത്തത് കൊണ്ടാണ് ലോകത്തിന് ഈ വിഭവങ്ങൾ ശരിയായ രൂപത്തിൽ വിതരണം ചെയ്യപ്പെടാതിരിക്കുന്ന ഒരു കാരണം. നമുക്കറിയാം നമ്മുടെ നാട്ടിലൊക്കെ പല ആളുകളുടെ ഉണ്ടാക്കുന്ന വീടുകളാണെങ്കിലും മറ്റുള്ള ആഡംബര വസ്തുക്കളാണെങ്കിലും യഥാർത്ഥത്തിൽ അതിന്റെ ഉപയോഗം അവർക്കുണ്ടോ എന്ന് അവർ ചിന്തിച്ചിട്ടല്ല, അത് മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടി മാത്രമാണ്, അയൽവാസിയെ ഞെട്ടിക്കുവാൻ വേണ്ടി മാത്രം വലിയ വലിയ ആഡംബര ഹർമ്മങ്ങൾ ഉണ്ടാക്കുന്ന ആളുകൾ അവരുടെ ജീവിതകാലത്ത് ഒരു കാലത്തും അത് ഉപയോഗിക്കുന്നില്ല.
ഇങ്ങനെ ഉപയോഗമില്ലാത്ത രൂപത്തിൽ അനാവശ്യമായി വിഭവത്തിന്റെ ഉപയോഗം കൊണ്ട് നമുക്കറിയാം, ഇപ്പൊ 15 വർഷം കൊണ്ട് കേരളത്തിൽ മണൽ കിട്ടാനില്ലാതായി. നൂറ്റാണ്ടുകളായി ഉപയോഗിച്ചുകൊണ്ടിരുന്ന ഒരു സാധനം ഒരു 15-20 വർഷം കൊണ്ട് അത് ഇല്ലാതായത് അതിന്റെ അനാവശ്യമായ ദുർവ്യയം കാരണമാണ്. അതുപോലെ ഇപ്പൊ കല്ലിനൊക്കെ ക്ഷാമം വന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോ മണലിന് പകരം എംസാൻഡാണ് ഉപയോഗിക്കുന്നത്, അതും ഇപ്പോൾ ലഭ്യമല്ലാതിരിക്കുകയാണ്. എന്തുകൊണ്ടാണ് ഇത് സംഭവിച്ചത്? മുമ്പ് വളരെ കുറച്ച് വീടുകളുണ്ടായിരുന്നുള്ളൂ, ഇത് കൂടുതൽ വീടുണ്ടാക്കുന്നു എന്ന് ശരി തന്നെ. പക്ഷെ അത് മാത്രമല്ല കാരണം, നമുക്ക് ആവശ്യത്തിലധികം അത് ഒരു വീടുണ്ടാക്കിയാൽ തന്നെ അത് ഒരു 5 വർഷം കൊണ്ട് അത് 3-4 പ്രാവശ്യം പൊളിച്ചു മാറ്റി രണ്ടാമത് ചെയ്യുകയാണ്. അപ്പോൾ ഒരുപാട് അനാവശ്യമായ രൂപത്തിൽ നമ്മുടെ വിഭവങ്ങൾ ഉപയോഗിക്കുകയും അത് വേണ്ട രൂപത്തിൽ വിതരണം ചെയ്യപ്പെടാതിരിക്കുകയും ചെയ്യുന്ന ഈ സമൂഹത്തിൽ ഈ നമ്മുടെ പ്രവർത്തനങ്ങൾ പൊതുസമൂഹത്തിന് ഗുണകരമാകുന്ന രൂപത്തിൽ പരിവർത്തിപ്പിക്കേണ്ടതുണ്ട്. ഈ രൂപത്തിലുള്ള ഒരു പരിവർത്തനം അത് ഖുർആനിന്റെ ലക്ഷ്യമാണ്. അതേസമയത്ത് ഏതൊരു വ്യക്തിയും എത്ര തന്നെ സംസ്കരിച്ചാലും അത് ആ പൊതുസമൂഹത്തിന്റെ മൊത്തത്തിലുള്ള ഒരു വ്യവസ്ഥിതിയിൽ നിന്ന് കൊണ്ടല്ലാതെ ആ വ്യക്തിക്ക് മാത്രമായിട്ട് മാറാൻ സാധിക്കുകയില്ല. അപ്പോൾ ആ സമൂഹത്തെ മൊത്തത്തിൽ ഒരു സിസ്റ്റത്തെ കൊണ്ടുവരിക എന്നതും ഇതിന്റെ ലക്ഷ്യമാണ്. അപ്പൊ ഈ 2 രൂപത്തിലുള്ള പ്രവർത്തനങ്ങളും ഒന്ന് ഒരു വ്യക്തിയെ ശുദ്ധീകരിച്ചെടുക്കുക, ആ ശുദ്ധീകരിച്ചെടുക്കുന്നതോടുകൂടി തന്നെ ആ ശുദ്ധീകരിക്കുന്ന ആ വ്യക്തിക്ക് ആ രൂപത്തിൽ പ്രവർത്തിക്കാനുള്ള ഒരു സാഹചര്യം ആ സമൂഹത്തിൽ ഉണ്ടാക്കിയെടുക്കുക. ഇത് രണ്ടും ഒരുമിച്ച് നടക്കുമ്പോൾ മാത്രമേ ആ സമൂഹം ഒരു ക്ഷേമരാഷ്ട്രമായി, ആ സമൂഹം ഒരു ഐശ്വര്യമുള്ള സമൂഹമായി മാറുകയുള്ളൂ. ഒരു വ്യക്തിക്ക് മാത്രം മാറി നിൽക്കാൻ സാധിക്കാത്ത ഒരുപാട് ഘടകങ്ങളുണ്ട് നമ്മുടെ സമൂഹത്തിൽ. ഇപ്പൊ നമുക്കറിയാം, ഇപ്പൊ ഭൂമി കച്ചവടം, ഭൂമി എന്നത് അത് ഉപയോഗിക്കുന്നത് സമൂഹത്തിന്റെ ഗുണപരമായ ആവശ്യത്തിന് വേണ്ടിയുള്ളതാണ്. ഇവിടത്തെ ഭൂമി അത് വികസിക്കുന്നില്ല. ഇവിടെ നിലവിലുള്ള ഭൂമി അത് കൂടാനോ കുറയാനോ പോകുന്നില്ല. മനുഷ്യൻ സിവിലൈസേഷൻ ആരംഭിക്കുന്ന കാലഘട്ടത്തിൽ വളരെ കുറച്ച് മനുഷ്യരെ ഈ സമൂഹത്തിൽ ഉണ്ടായിരുന്നുള്ളൂ. ആ കാലഘട്ടത്തിൽ ബഹുഭൂരിപക്ഷം സ്ഥലങ്ങളും കാട് പിടിച്ച് കിടക്കുന്ന ഡ്രൈ ലാൻഡായി കിടക്കുന്ന സ്ഥലങ്ങളായിരുന്നു. മനുഷ്യന്റെ വളർച്ചയ്ക്കനുസരിച്ച് അവൻ കൃഷിയും മറ്റുള്ള പ്രവർത്തനങ്ങളും ആരംഭിച്ചപ്പോൾ, അവർ സമൂഹം ഒരു കൂട്ടമായി ആരംഭിച്ചപ്പോൾ ഈ കാടെല്ലാം വെട്ടിത്തളിക്കുകയും അവിടെ വീട് മഴിക്കുകയും അങ്ങനെ കൃഷി ചെയ്യുകയും അങ്ങനെ ഒരു നാഗരികത വളർന്നു വരികയും ഉണ്ടായി. ഇത് കാലാന്തരത്തിൽ ഇങ്ങനെയുള്ള പല നാഗരികതകളും ഇവിടെ വളരുകയും അത് നഗരങ്ങൾ, അത് ചെറിയ ചെറിയ സമൂഹങ്ങൾ ഒരു വലിയ പട്ടണമാവുകയും ആ പട്ടണങ്ങളെല്ലാം കൂടി ചേർന്ന് സംസ്ഥാനങ്ങളും രാഷ്ട്രങ്ങളുമായി തീർന്നു. ഇന്ന് നമുക്കറിയാം, ഇന്ന് ലോകത്ത് ഉള്ള സമൂഹങ്ങളെല്ലാം അവരുടെ വിഭവങ്ങളെല്ലാം ഏകദേശം ഡിസ്ട്രിബ്യൂട്ട് ചെയ്യപ്പെട്ടിരിക്കുകയാണ്. ഇനി പുതിയ ഭൂമി വെട്ടിപ്പിടിക്കുക എന്നത് ശാസ്ത്രീയമല്ല, അശാസ്ത്രീയമാണ്. അതുകൊണ്ടാണ് വനഭൂമിയല്ല മറ്റൊരു പേര് പ്രത്യേകമായ വനഭൂമിയായി നിക്ഷിപ്തമാക്കാൻ കാരണം. ഇനിയും വനങ്ങൾ വെട്ടിത്തെളിച്ചു കഴിഞ്ഞാൽ ഇവിടെയുള്ള ജീവജാലങ്ങളെല്ലാം നശിച്ചു പോകും. ഇവിടെ പുലിയും സിംഹവും കടുവയും മാനും മുയലുകളൊന്നും ഇവിടെ ജീവിക്കാൻ ഈ ആവാസവ്യവസ്ഥ പകരുമെന്ന് മനസ്സിലാക്കിയത് കൊണ്ട് ഇനിയൊരു ഫോറസ്റ്റ്, ഇനിയൊരു കാടും ആരും വെട്ടിത്തെളിക്കാൻ പാടില്ല എന്ന് നിയമങ്ങൾ ഉണ്ടാക്കാൻ കാരണം. അപ്പോൾ പിന്നെ ഈ സമൂഹത്തിലുള്ള മറ്റു അംഗങ്ങൾക്ക് എങ്ങനെ ജീവിക്കാൻ സാധിക്കും? അത് നിലവിലുള്ള ഈ ഭൂമി എന്നത് നിലവിൽ നാം നാട്ടുപ്രദേശമായി കൃഷിക്ക് വേണ്ടി ഉണ്ടാക്കി തീർത്ത അല്ലെങ്കിൽ ബിൽഡിങ്ങുകൾക്ക് വേണ്ടി ഉണ്ടാക്കി തീർത്ത ഈ സ്ഥലങ്ങൾ തന്നെ ശരിയായ രൂപത്തിൽ ഉപയോഗിക്കാൻ തന്നെ വഴിയുള്ളൂ. അപ്പോൾ ഈ ഭൂമി എന്നത് അത് മനുഷ്യർക്ക് കൃഷി ചെയ്യുവാനും നമുക്ക് ബിൽഡിംഗ് ഉണ്ടാക്കുവാനും നമുക്ക് വേണ്ടി അത് ഗുണപരമായ ഉപയോഗത്തിന് വേണ്ടിയുള്ളതാണ്. പക്ഷെ നമുക്കറിയാം, ഈ അടുത്ത കാലത്ത് അമേരിക്കന്റെ ഒരു ക്യാപിറ്റലിസം, ഈ ക്യാപിറ്റലിസം അതിന്റെ മൂർധന്യത്തിലെത്തിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ്. മുതലാളിത്തവൽക്കരണം വെറും സമ്പത്തിന്റെ ചൂഷണം അല്ലെങ്കിൽ സമ്പത്ത് ക്യുമുലേറ്റ് ചെയ്യുന്ന ഒരു മൊണോപ്പൊളിയിലേക്ക് ഈ സമൂഹത്തിന്റെ ചിന്തകൾ കൊണ്ടുവരുന്ന ഒരു ഘട്ടത്തിലാണ് നമ്മളിപ്പോൾ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ രൂപത്തിൽ ഒരു റിയൽ എസ്റ്റേറ്റ് ബിസിനസ് എന്ന ഒരു പുതിയ ആശയം അത് അമേരിക്കൻ ക്യാപിറ്റലിസത്തിന്റെ ഭാഗമായിട്ട് അവിടെ അവർ തുടങ്ങുകയും അതിന് ലോകം മുഴുവൻ സ്പ്രെഡ് ചെയ്തിരിക്കുകയാണ്. എന്താണ് നമ്മളെല്ലാം അതിൽ ഭാഗമാക്കാണ്. ഒരാൾക്ക്, ഞാനാണ് പറഞ്ഞത്, വ്യക്തി ശുദ്ധീകരിക്കുന്നതിന് കൂടി തന്നെ ആ വ്യവസ്ഥിതി കൂടി നന്നാകാതെ ഒരു വ്യക്തിക്ക് മാത്രമായി മാറി നിൽക്കാൻ സാധിക്കുകയില്ല. അപ്പൊ എത്ര തന്നെ വ്യക്തി ശുദ്ധീകരിച്ചാലും ഈ സിസ്റ്റത്തെ മാറ്റാതെ ആ സിസ്റ്റത്തിന്റെ ഉള്ളിൽ നിന്നുകൊണ്ട് വ്യക്തികൾക്ക് മാറി നിൽക്കുക എന്നത് അശാസ്ത്രീയമാണ്. അത് ആ വ്യക്തി മാത്രം ഒറ്റപ്പെട്ടു പോകും. അപ്പോൾ ഇന്ന് നമുക്കറിയാം, ഈ റിയൽ എസ്റ്റേറ്റ് മാഫിയ എന്നത്, മാഫിയകൾ തൊഴിൽ സംസ്കാരത്തിലെല്ലാം മാഫിയകൾ കടന്നുകൂടിയിരിക്കുകയാണ്. യഥാർത്ഥമായ തൊഴിൽ ചെയ്യാതെ അശാസ്ത്രീയമായ രൂപത്തിൽ ക്രിയേറ്റീവ് അല്ലാത്ത തൊഴിലാണ് ഇന്ന് പല ആളുകളും ചെയ്തുകൊണ്ടിരിക്കുന്നത്. അത് സിസ്റ്റത്തിന്റെ കുഴപ്പമാണ്, ഒരു വ്യക്തികളുടെ കുഴപ്പമല്ല. ഞാൻ പറഞ്ഞു വന്നത്, നമുക്കറിയാം ഈ ഭൂമി എന്നത് ഇനി വിഭജിക്കുവാൻ അതില്ല, ഇനി വളർത്തുവാനോ ഇനി വെട്ടിപ്പിടിക്കാനോ നമുക്ക് കാടുകളില്ല. ഈ നിലവിലുള്ള ഭൂമി കൃഷിക്ക് വേണ്ടിയാണ് ഒരു 30 കൊല്ലം മുമ്പോ 40 കൊല്ലം മുമ്പോ നമ്മൾ ഉപയോഗിച്ചിരുന്നെങ്കിൽ ഇന്ന് ഈ ഭൂമിയൊന്നും കൃഷി ചെയ്യുന്നില്ല.
ബിൽഡിങ്ങിന് വേണ്ടി മാത്രമായിട്ട് ഈ ഭൂമികൾ ഉപയോഗിക്കുന്നില്ല. ഇന്ന് ഭൂമി എന്നത് അത് വെറും അസറ്റ് മാത്രമായി, ഒരു സമ്പത്തിന്റെ ഒരു അടയാളം മാത്രമായി അധപതിച്ചിരിക്കുകയാണ്. ഇത് ഒരാൾ വാങ്ങി അത് അയാൾ വേറെ ആൾക്ക് വിറ്റ് അതിൽ നിന്ന് ലാഭം ഉണ്ടാക്കുന്നു, ഇയാൾ മറ്റൊരാൾക്ക് വിൽക്കുന്നു. എന്നാൽ ഈ സ്ഥലത്ത് കൃഷി ചെയ്യാൻ അനുവാദമുണ്ടോ? ഒരാൾക്ക് വാടകയ്ക്ക് ബിസിനസ് ചെയ്യാൻ അനുവാദമുണ്ടോ? ഇതിനൊന്നും ഉപയോഗിക്കാതെ ഇത് അമേരിക്കൻ ക്യാപിറ്റലിസം എന്ന രൂപത്തിൽ മുതലാളിത്തവൽക്കരണത്തിന്റെ ഒരു ഭാഗമായി സ്വത്ത് എന്ന് സമ്പാദിക്കുകയും അത് ക്യുമുലേറ്റ് ചെയ്യും എന്ന ചിന്തക്ക് അനുകൂലമായിട്ട് ഉണ്ടായിട്ടുള്ളതാണ്. ഇതേപോലെ തന്നെയാണ് ഷെയർ മാർക്കറ്റുകളിൽ നിന്നുണ്ടാക്കി വളർത്തി വന്നതും ഇതേ ക്യാപിറ്റലിസത്തിന്റെ ഭാഗമായിട്ടാണ്. നമുക്കറിയാം, ഒരു സാധനത്തിന്റെ വാല്യൂ എന്നത്, ഒരു വസ്തുവിന്റെ വാല്യൂ എന്നത് അതിൽ നിന്ന് കിട്ടുന്ന ഉൽപ്പന്നത്തിന് അനുസൃതമായിട്ടാണ്. ഇപ്പൊ ഒരു കെട്ടിടത്തിന്, ഒരു ഭൂമിയിൽ ഒരു 10 സെന്റിന് ഒരു കെട്ടിടമുണ്ടെങ്കിൽ ആ കെട്ടിടത്തിന് 1 ലക്ഷം വാടക കിട്ടുന്നുണ്ടെങ്കിൽ അതിന്റെ വാല്യൂ ആവറേജ് കണക്കാക്കുക ഒരു 8 ലക്ഷം അല്ലെങ്കിൽ 10 ലക്ഷം അല്ലെങ്കിൽ 12 ലക്ഷം. അതാണ് ആ വാടക കറസ്പോണ്ടിങ് ആയിട്ടാണ്. അത് എക്കണോമിക്സ് പഠിച്ചവർക്കറിയാം. അങ്ങനെയാണ് എക്കണോമിക്സ് തന്നെ ഇവിടെ രൂപം കൊണ്ടിട്ടുള്ളത്. പക്ഷെ ഇന്ന് നമുക്കറിയാം, ഷെയർ മാർക്കറ്റുകളിൽ 5% ലാഭം കിട്ടുന്ന ഒരു ഉൽപ്പന്നത്തിന്റെ ഡിവിഡന്റിന് വർഷത്തിൽ 5%ആണെങ്കിൽ അതിന് അനുസൃതമായ ആ വാല്യൂ അത് 5 ലക്ഷമായിരിക്കാം. അല്ലെങ്കിൽ ഒരു ഉൽപ്പന്നത്തിന്റെ ഒരു വിഹിതം 10% അതിന്റെ ഡിവിഡന്റ് കിട്ടുന്നുണ്ടെങ്കിൽ 10 രൂപയാണ് ഒരു വർഷത്തിൽ 100 രൂപയ്ക്ക് കിട്ടുന്നതെങ്കിൽ അതിന്റെ വാല്യൂ 100 രൂപയാണ്. പക്ഷേ ഇന്നതല്ല സംഭവിച്ചത്. ഇന്ന് ഈ ഷെയർ മാർക്കറ്റുകൾ കുമിള പോലെ അതിനെ ബൂം ചെയ്ത് ബലൂൺ പോലെ വീർപ്പിച്ചിരിക്കുകയാണ്. എന്തിനു വേണ്ടി? ഈ 100 രൂപ വാല്യൂ ഉള്ള സാധനത്തെ 1000, 1500, 2000 ആയിട്ട് വില ഇല്ലാത്ത വില ഉണ്ടാക്കിയെടുക്കുകയാണ്. എന്തിനു വേണ്ടി? ഇത് വെച്ച് സമൂഹത്തെ ചൂഷണം ചെയ്യുന്നതിന് വേണ്ടി. ഇങ്ങനെ ഷെയർ മാർക്കറ്റുകളിലൂടെ ഈ ഇല്ലാത്ത വാല്യൂ ഉണ്ടാക്കിക്കൊണ്ട് ബഹുരാഷ്ട്ര കോർപ്പറേറ്റ് സംഘങ്ങൾ, വലിയ കോർപ്പറേറ്റുകളാണ് ഇന്ന് ഇവിടെ ഭരിക്കുന്നത്. ഈ കോർപ്പറേറ്റുകൾക്ക് വേണ്ടി സമൂഹത്തിന് എല്ലാവർക്കും വേണ്ടി ഡിസ്ട്രിബ്യൂട്ട് ചെയ്യപ്പെടേണ്ട വിഭവങ്ങളെ ക്യുമുലേറ്റ് ചെയ്യപ്പെട്ടിരിക്കുകയാണ്. ഈ ക്യുമുലേഷന്റെ ഭാഗമായിട്ട് തന്നെ ഇപ്പോൾ സ്വർണത്തിന്റെ വാല്യൂ, സ്വർണം എന്നത് നമുക്കറിയാം, അത് സമൂഹത്തിൽ ഗുണപരമായ ഒരുപാട് ഉപയോഗങ്ങളുണ്ട്. ഒരുപാട് യന്ത്രങ്ങൾക്ക് വേണ്ടിയിട്ട്, മെഷീനറികൾക്ക് മൈന്യൂട്ടായിട്ട് സ്വർണം എന്നത് റസ്റ്റ് ചെയ്യപ്പെടാത്ത ഒരു സാധനമാണ്. അതുകൊണ്ട് തന്നെ വളരെയധികം മൈന്യൂട്ട് ശരിയായി തകരാക്കാൻ സാധിക്കും. റസ്റ്റ് ഇല്ലാത്തതുകൊണ്ട് ഇലക്ട്രോണിക്സിന്റെ പാർട്ടുകളിൽ അത് വേണ്ട രൂപത്തിൽ ഉപയോഗിക്കുകയാണെങ്കിൽ ഒരുപാട് കാലം കേടുവരാതെ ഉപയോഗിക്കാൻ സാധിക്കും. എന്നാൽ ഇന്ന് സ്വർണം എന്നത് അത് വെറും ഒരു അസറ്റ് എന്ന രൂപത്തിൽ സമ്പത്തിന്റെ മാത്രം അടയാളമായി മാറിക്കൊണ്ടിരിക്കുന്ന ഈ സമൂഹത്തിൽ സ്വർണത്തെ വളരെയധികം വില കൂടിയ ഒരു സാധനമാക്കി മാറ്റി. ഇതും ഇല്ലാത്തൊരു വാല്യൂ അതിന് ഉണ്ടാക്കി തീർക്കുന്നത് അതിന്റെ പേരിൽ സമൂഹത്തെ ചൂഷണം ചെയ്യുന്നതിന് വേണ്ടിയാണ്. ഈ രൂപത്തിൽ സ്വർണവും ഭൂമിയും ഷെയർ മാർക്കറ്റുകളെല്ലാം ഇല്ലാത്ത വാല്യൂ അതിന് ഉണ്ടാക്കി കുമ്മിളകളാക്കിക്കൊണ്ട് സമ്പത്ത് ക്യുമുലേറ്റ് ചെയ്യുന്ന ഒരു കോർപ്പറേറ്റ് സമൂഹമാക്കി നമ്മെ മാറ്റുന്നത്, ഇതിന്റെ അനന്തരമായ ദുരന്തം ഇത് നമ്മൾ ഇപ്പോൾ അനുഭവിക്കാൻ ആകുന്നതുള്ളൂ. ഒരു വളരെ കുറഞ്ഞ സമയം കൊണ്ട് നമുക്കത് അറിയാൻ സാധിക്കും. ഇത് വലിയൊരു ദുരന്തത്തിലേക്ക്, ആ ദുരന്തത്തിന്റെ ഒരു ഫലമായിട്ടാണ് ഇന്ന് വികസിത രാഷ്ട്രങ്ങളിലെല്ലാം ഒരു വലിയ പ്രശ്നങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. ആ പ്രശ്നങ്ങൾ അവർ മറികടക്കുന്നത് ഈ ദരിദ്ര രാഷ്ട്രങ്ങളായ ഇന്ത്യയെ പോലുള്ള രാഷ്ട്രങ്ങളിൽ അവരുടെ നിയമങ്ങൾ അടിച്ചേൽപ്പിച്ചുകൊണ്ടാണ്. ഈ രൂപത്തിലുള്ള ചൂഷണത്തിന്റെ വകയായിക്കൊണ്ടാണ് കോർപ്പറേറ്റുകൾക്ക് അമിതമായ സഹായങ്ങൾ നമ്മുടെ ഗവൺമെന്റുകളെല്ലാം ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, ഭൂമിയാവട്ടെ, സ്വർണമാവട്ടെ, ഷെയറുകളാവട്ടെ, എന്തും അതിന്റെ യഥാർത്ഥമായ വാല്യൂയിൽ നിന്ന് അപ്പുറത്തേക്ക് അതിന് വാല്യൂ ചെയ്യപ്പെടുന്നത്, ഇല്ലാത്ത വാല്യൂ അത് ചെയ്യുന്നത്, അത് സമൂഹത്തെ ചൂഷണം ചെയ്യുന്നതിന് വേണ്ടിയാണ്. അപ്പോൾ ഏത് സാധനമാണ് സമൂഹത്തിന്റെ ഗുണകരമായ ആവശ്യത്തിന് വേണ്ടിയാണ് ഉപയോഗിക്കേണ്ടത്. അതിനല്ലാത്ത ഒരു ആവശ്യത്തിന് അത് ഉപയോഗിക്കാൻ പാടില്ല. സ്വർണം എന്നത് അതിന്റെ ഉപയോഗമുണ്ട്, അതിനു വേണ്ടിയുള്ളതാണ്. ഭൂമി എന്നത് അതിന്റെ ഒരു ഉപയോഗമുണ്ട്, അത് കൃഷി ചെയ്യാനുള്ളതും അത് ബിൽഡിങ്ങുകൾ ഉണ്ടാക്കുവാനുമുള്ളതുമാണ്. അത് മറ്റൊരാൾക്ക് മറിച്ചു വിറ്റിട്ട് അത് ലാഭം ഉണ്ടാക്കാനുള്ളതല്ല. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, ഇത് ഒരു വ്യക്തിക്ക് മാറി നിൽക്കാൻ സാധിക്കുന്ന ഒരു വിഷയമല്ല. നമ്മൾ ഇന്നെല്ലാം മാഫിയാവൽക്കരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഏത് തൊഴിലും ഇന്നൊരു തൊഴിൽ സംസ്കാരം എന്നത് ഇല്ലാതായിക്കൊണ്ടിരിക്കുകയാണ്. രാവിലെ മുതൽ വൈകുന്നേരം വരെ ജോലി ചെയ്യുന്നത് ഒരു വിവരക്കേടായിട്ടാണെന്ന്. അതേ സമയത്ത് ഒരു മൊബൈൽ ഫോൺ കയ്യിലുണ്ടെങ്കിൽ അതിൽ നിന്ന് കോടീശ്വരനാകാം. ആ രൂപത്തിൽ സമ്പത്ത് അത് ക്രിയേറ്റീവായ പ്രവർത്തനത്തിലൂടെ അല്ലാതെ വരുമ്പോൾ അത് സമൂഹത്തിൽ അൺബാലൻസ് ഉണ്ടാക്കുന്നു. അത് ഒരു കുമിളയായി വികസിക്കുകയും ഒരു സുപ്രഭാതത്തിൽ അത് പൊട്ടിത്തമരുകയും ചെയ്യുന്നു. അത് സമൂഹം മൊത്തത്തിൽ തകർച്ചയ്ക്ക് കാരണമായി തീരും. ഒരുപാട് നമുക്ക് തന്നെ ചിന്തിച്ചാൽ മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യങ്ങളാണ്. ഇപ്പൊ ക്രിയാത്മകമായ പ്രവർത്തനങ്ങൾ എന്ന് പറയുമ്പോൾ, ഇപ്പോൾ തെങ്ങൊരാൾ തുറക്കുകയാണെങ്കിൽ അത് എത്ര സാവകാശം തുറക്കുകയാണെങ്കിൽ പോലും ഒരു ദിവസം ഒരു തെങ്ങിന്റെ തടം മാത്രം തുറന്നാൽ പോലും അതിൽ നിന്നുണ്ടാകുന്ന വിളവ് അതൊരു ക്രിയാത്മകമായ പ്രവർത്തനമാണ്.
അതേപോലെ ഒരാൾ ബിസിനസ് ചെയ്യുകയാണെങ്കിൽ, അല്ലെങ്കിൽ അയാൾ മറ്റുള്ള ഏതെങ്കിലും തൊഴിൽ അധ്യാപകൻ പഠിപ്പിക്കുകയാണെങ്കിൽ അതിലെല്ലാം ക്രിയാത്മകമായ പ്രവർത്തനങ്ങളുണ്ട്. അതേ സമയത്ത് ഷെയർ മാർക്കറ്റുകളിലൂടെയോ അല്ലെങ്കിൽ ഇതുപോലുള്ള കച്ചവടങ്ങളിലൂടെയോ ഉണ്ടാകുന്ന സമ്പത്ത് അത് ക്രിയാത്മകമല്ലാത്ത, അത് ലോട്ടറി കച്ചവടം പോലെ, അതൊക്കെ ക്രിയാത്മകമല്ലാത്ത പ്രവർത്തനങ്ങൾ, സമൂഹത്തിൽ ഇല്ലാത്ത ആശയങ്ങളിലൂടെ ഇല്ലാത്ത രൂപത്തിൽ അത് കുമിളകളാണ്. ഈ കുമിളകൾ ഒന്നിച്ച് ഈ ലോകം മൊത്തത്തിൽ തകർച്ചയ്ക്ക് വക്കിലെത്തിക്കൊണ്ടിരിക്കുകയാണ്. അതിന്റെ അടയാളങ്ങളാണ് ഇന്ന് നമ്മുടെ ഭൂമിയെല്ലാം അതിന്റെ ക്രമാതീതമായ വിലയിൽ നിലനിൽക്കുന്നത്. ഭൂമി അതിൻ്റെതല്ലാത്ത ഉപയോഗത്തിന്, കൃഷിക്ക് വേണ്ടി ഇന്ന് ഭൂമി നമുക്ക് ലഭിക്കാനില്ല. വാടകയ്ക്കൊരു കെട്ടിടത്തിന് വേണ്ടി ഇന്ന് ഭൂമി ലഭിക്കാനില്ല. ഒരു 5 സെന്റ് ഭൂമി ഒരു സാധാരണക്കാരന് ജോലി ചെയ്തുണ്ടാക്കിയിട്ട് വാങ്ങാൻ സാധിക്കുന്നില്ല. ഈ രൂപത്തിൽ ഭൂമിയുടെയും സ്വർണത്തിന്റെയും ഷെയറുകളുടെയും എല്ലാം വില അധികം വർദ്ധിക്കുകയും അതിന്റെ ഗുണപരമായിട്ട് ഇന്ത്യയിൽ ഒക്കെയുള്ള ഒരു വൻ മുതലാളിമാർ, നമുക്കറിയാം കോർപ്പറേറ്റുകളെല്ലാം വൻ മുതലാളിമാരായി മാറിക്കൊണ്ടിരിക്കുമ്പോൾ അതിന്റെ കാരണങ്ങളെല്ലാം ഈ ഊഹക്കച്ചവടങ്ങളാണ്. അപ്പോൾ എങ്ങനെയാണ് ഖുർആൻ നമ്മൾ വായിക്കേണ്ടത്, അല്ലെങ്കിൽ ഖുർആനിന്റെ ഒരു ഇംപ്ലിമെന്റേഷൻ എന്താണ് എന്ന് നമ്മൾ ആഴത്തിൽ ചിന്തിക്കേണ്ടതുണ്ട്. അത് ഓരോ വ്യക്തിയെയും സംസ്കരിക്കുകയും അവന്റെ വ്യക്തിത്വത്തെ വികസിപ്പിക്കുകയും ചെയ്യുന്നതോടൊപ്പം അത് ആ വ്യക്തിത്വത്തിനനുസരിച്ച്, ആ സംസ്കാരത്തിനനുസരിച്ച് അവൻ ജീവിക്കാനുള്ള ചുറ്റുപാട് കൂടി അവിടെ ഉണ്ടാക്കാതെ ആ വ്യക്തിക്ക് മാത്രമായിട്ട് ജീവിക്കാൻ സാധിക്കുകയില്ല. ഒരു സിസ്റ്റം മാത്രം ഉണ്ടായതുകൊണ്ട് കാര്യമില്ല, വ്യക്തികൾ നന്നായി തീരുകയും വേണം. അപ്പൊ ഈ 2 തലയിലൂടെ ഇത് കൂട്ടിമുട്ടിക്കുമ്പോൾ മാത്രമേ നല്ലൊരു വ്യവസ്ഥിതി ഉണ്ടാക്കാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ നമുക്കറിയാം ഒരു തൊഴിൽ സംസ്കാരം ഇന്നിവിടെ രൂപം കൊള്ളേണ്ടതുണ്ട്. ഏത് മേഖലയിലും അത് അഴിമതിയുടെ, ഇപ്പൊ നമുക്കറിയാം ഏത് അരാജകത്വം ഏത് സമൂഹത്തിലുണ്ടാകുന്നുണ്ടെങ്കിലും, ഇപ്പൊ ഡൽഹിയിൽ അടുത്ത കാലത്തുണ്ടായ വലിയ ബഹളം നമുക്കറിയാം. ഒരു പെൺകുട്ടിയെ പിടിച്ചിന്തിയത് എന്തുകൊണ്ടാണ്? അവിടെ ബസ്സുകളിലൊക്കെ ഇങ്ങനെയൊക്കെ സാധിക്കുന്നത് അവിടെ നിയമവാഴ്ചയുടെ അഭാവമാണ്. തലസ്ഥാന നഗരിയിൽ പോലും ഇങ്ങനെ സംഭവിക്കുന്നത് എന്തുകൊണ്ടാണ്? അത് നിയമവാഴ്ചയുടെ അഭാവം കൊണ്ടാണ്. എന്തുകൊണ്ടാണ് നിയമവാഴ്ച പോലീസുകാർ നിഷ്ക്രിയരാകുന്നതിന്റെ കാരണം എന്താണ്? യഥാർത്ഥത്തിൽ നിഷ്ക്രിയരാകുന്നതിന്റെ കാരണം അത് അഴിമതിയുടെ ഒരു ചെയിനാണ്. അഴിമതി നടക്കുന്ന സമൂഹങ്ങളിൽ അഴിമതി പണത്തിന് വേണ്ടി അവരുടെ ഉത്തരവാദിത്തങ്ങൾ നിർവഹിക്കാതിരിക്കുന്നത്, അത് പോലീസായാലും പട്ടാളമായാലും രാഷ്ട്രീയക്കാരായാലും, പണത്തിന് വേണ്ടി അവരുടെ ഉത്തരവാദിത്തങ്ങൾ നിർവഹിക്കാത്ത സ്ഥലങ്ങളിലാണ് ഈ ഇത്തരത്തിലുള്ള അരാജകത്വങ്ങൾ ഉണ്ടാകുന്നത്. അപ്പോൾ ഇതിന്റെ അടിവേര് മാന്തേണ്ടത്, നമ്മൾ ഇതിന്റെ അടി തുടങ്ങേണ്ടത് അഴിമതി വിരുദ്ധ പ്രവർത്തനങ്ങളിലൂടെയാണ്. സമൂഹത്തിലുള്ള തൊഴിൽ സംസ്കാരം, ഏതൊരു വ്യക്തിയും അവന്റെ ഉത്തരവാദിത്തങ്ങൾ, അവന്റെ തൊഴിലെന്താണോ അതാണ് ഒരു വ്യക്തി അളക്കപ്പെടേണ്ടതിന്റെ ഏറ്റവും വലിയ മാനദണ്ഡം. അവന്റെ ജോബ് കൾച്ചർ, അവന്റെ ജോബ് എത്തിക്സ് ആണ്. ഒരു വ്യക്തി അളക്കേണ്ടത് 18 വയസ്സ് മുതൽ 60 വയസ്സുള്ള അവന്റെ ആ തൊഴിൽ ചെയ്യുന്ന കാലഘട്ടത്തിൽ അവൻ ചെയ്യുന്ന തൊഴിൽ എങ്ങനെ ചെയ്യുന്നു, അത് പൊതുസമൂഹത്തിന് ഗുണകരമായി അവൻ എങ്ങനെ പ്രവർത്തിക്കുന്നു, അവന്റെ ആ തൊഴിൽ അവൻ സമൂഹത്തോട് എങ്ങനെ സത്യസന്ധത കാണിക്കുന്നു എന്ന്. ഇപ്പൊ അടുത്ത കാലത്തായിട്ട് നമ്മളൊരാളെ പറ്റി ഞങ്ങളവിടെ ചർച്ച ചെയ്യുകയുണ്ടായി. ആള് ഇപ്പൊ വലിയ തബിലിഗാണ്, വലിയ താടിയൊക്കെ ഉണ്ട് എന്നൊക്കെ പറഞ്ഞു. അപ്പൊ പ്രായം 60-ന്റെ മേലെ പോയിരിക്കുന്നു. പക്ഷെ ആ വ്യക്തിയെ പറ്റി പറഞ്ഞത്, ആ വ്യക്തി ജോലി ചെയ്തിരുന്ന കാലഘട്ടത്തിൽ കൈക്കൂലിയുടെ ഒരു അപ്പോസ്തലനായിരുന്നു. അപ്പോൾ ഇത്രയും 18 വയസ്സ് മുതൽ 60 വയസ്സ് വരെയുള്ള നല്ല കാലഘട്ടത്തിൽ കണ്ടമാന കൈക്കൂലിയെല്ലാം വാങ്ങി ഒരുപാട് പണം ഉണ്ടാക്കി ഒരുപാട് ദൂരത്തടിച്ച ആള് ഇത് 60 കഴിഞ്ഞ് ചോര നീരൊക്കെ വറ്റിയിട്ട് അയാൾ കാര്യത്തിലെന്താ തബിലിഗായാലുണ്ട്, അല്ലെങ്കിൽ തെരീക്കത്തായാലുണ്ട്, അല്ലെങ്കിൽ സുന്യായാലുണ്ട്, എന്തായാലുണ്ട്. ഒരു വ്യക്തി അളക്കപ്പെടേണ്ട കാലഘട്ടം അത് അവൻ ജോലി ചെയ്യുന്ന ആ പൊതുസമൂഹത്തോട് അവൻ എങ്ങനെ ഇടപെടുന്നു എന്നതാണ്. ഈ രൂപത്തിൽ ഇന്ന് ഏറ്റവും അടിസ്ഥാനപരമായി ഈ സമൂഹത്തെ സംസ്കരിച്ചെടുക്കുന്നത് അവന്റെ തൊഴിൽ സംസ്കാരത്തിലൂടെ അല്ലാതെ, തൊഴിലിന്റെ ഉത്തരവാദിത്തത്തിൽ നിന്നുകൊണ്ടല്ലാതെ ഒരു സമൂഹത്തെയും നമുക്ക് സംസ്കരിച്ചെടുക്കുവാൻ സാധിക്കുകയില്ല. അപ്പോൾ അഴിമതി ഇവിടെ തുടച്ചു നീക്കിയാൽ മാത്രമേ സമൂഹത്തിൽ അരാജകത്വം ഇല്ലാതാവുകയുള്ളൂ. ഇന്ന് സർവത്ര അഴിമതിയാണ്, എല്ലാ മേഖലകളിലും അഴിമതി വളർന്നുകൊണ്ടിരിക്കുക. അത് പല കാരണങ്ങളുണ്ട്, ആ കാരണങ്ങളിലേക്ക് ഞാൻ കടക്കുന്നില്ല. അപ്പോൾ നാം പറഞ്ഞു വന്നത് ഈ സമൂഹത്തെ ഒന്നായി കാണുന്ന, സമൂഹത്തിന് മൊത്തത്തിൽ ഗുണകരമായ ആശയത്തിലേക്ക് നമ്മൾ വരേണ്ടതുണ്ട്. അവിടെ ജാതിയോ മതമോ നമ്മൾ നോക്കേണ്ടതില്ല, ദേശങ്ങൾ നമ്മൾ നോക്കേണ്ടതില്ല. എല്ലാ അംഗങ്ങൾക്കും ഒരുപോലെ ഗുണമുള്ള, എല്ലാവർക്കും ഒരുപോലെ നീതി ലഭിക്കുന്ന വ്യവസ്ഥിതി ഇവിടെ കൊണ്ടുവരണം. ആ വ്യവസ്ഥിതി ഉണ്ടാക്കി തീർക്കുന്ന ഒരു സംസ്കാരം, ഒരു മനോഭാവം അത് നമ്മളിൽ ഓരോ വ്യക്തിയിലും വളർത്തിക്കൊണ്ടുവരണം. അങ്ങനെ ഓരോ വ്യക്തിയെയും സംസ്കരിക്കുകയും അതോടൊപ്പം അങ്ങനെ ഒരു സിസ്റ്റത്തെ ഇവിടെ സ്ഥാപിച്ചെടുക്കുകയും വേണം. ഇതാണ് ഖുർആനിന്റെ ആത്യന്തികമായ. അങ്ങനെ ഉണ്ടായാൽ മാത്രമേ ഇവിടെ ഒരു മനുഷ്യാവകാശ ലംഘനം ഇല്ലാതാകുകയുള്ളൂ. അങ്ങനെയാണെങ്കിൽ ഇവിടെ പെൺകുട്ടികൾ പിടിച്ചിന്തപ്പെടാതിരിക്കുകയുള്ളൂ. അങ്ങനെയുള്ള സാഹചര്യങ്ങളെ തടയണമെങ്കിൽ അതിന് ഉത്തരവാദിത്തപ്പെട്ട ആളുകൾ അതിന് പ്രാപ്തരാകണം. ആ രൂപത്തിൽ അവരെ പ്രാപ്തരാക്കാൻ അഴിമതിയും അതുപോലുള്ള പ്രവർത്തനങ്ങളും ഇവിടെ ഇല്ലാതാകണം. ഈ രൂപത്തിൽ ഒരു വളരെ വ്യക്തമായ ലക്ഷ്യത്തോടു കൂടിയുള്ള പ്രവർത്തനത്തിന് നമ്മൾ തയ്യാറാകുന്നില്ലെങ്കിൽ
അതിന് നമ്മൾ മുന്നിട്ടിറങ്ങുന്നില്ലെങ്കിൽ ഈ ഖുർആൻ തലയിലേക്ക് നടന്നതുകൊണ്ട് നമുക്ക് കാര്യമില്ല. ഖുർആനിന്റെ വായന എന്നത് അത് സമൂഹത്തിനെ ഉദ്ദേശിച്ചുകൊണ്ടുള്ളതാണ്. ഖുർആൻ തന്നെ പ്രയോഗങ്ങൾ തന്നെ അത് ഖുർആൻ ഇപ്പൊ നമുക്കറിയാം ഖുർആനിൽ പല ആയത്തുകളൊക്കെ പന്നിയെ പറ്റി പറഞ്ഞു, നായനെ പറ്റി പറഞ്ഞു. നായ്ക്കന്റെ കുഴപ്പം അല്ലെങ്കിൽ പന്നിക്കന്റെ അതൊരു മൃഗമല്ലേ, അല്ലെങ്കിൽ കഴുതനെ പോലെയാണ് മസല്ലദീന ഹുമിനത്തവറാത്തുമെല്ലാം പറഞ്ഞു. ഇതെല്ലാം സ്വഭാവങ്ങളെ പറ്റിയാണ് ഖുർആൻ പറയുന്നത്. കഴുതയുടെ സ്വഭാവം, അല്ലാതെ കഴുതയ്ക്ക് കുഴപ്പമൊന്നുമില്ല, കഴുത നല്ലൊരു ജീവിയാണ്. അല്ലെങ്കിൽ പന്നിക്ക് കുഴപ്പമില്ല, പന്നിയുടെ ആ സ്വഭാവങ്ങൾ ചില നമ്മളുടെ മനുഷ്യരിലാണ് ഈ സ്വഭാവങ്ങൾ മുഴുവനുള്ളത്. മനുഷ്യരെ പറ്റിയാണ് ഖുർആൻ പറഞ്ഞ മൃഗം അത് മനുഷ്യനാണ്. ഖുർആൻ പറഞ്ഞ എല്ലാം അത് മനുഷ്യനും മനുഷ്യ സമൂഹവുമായി ബന്ധപ്പെട്ടല്ലാതെ ഖുർആന്റെ ചർച്ചയില്ല. ഈ രൂപത്തിൽ മനുഷ്യന്റെ വളർച്ചയും വ്യക്തിത്വത്തെ വികസിപ്പിക്കുകയും വളർച്ച കൊണ്ടുവരുന്നു. അതോടുകൂടി അവന് ആ രൂപത്തിൽ ജീവിക്കാനുള്ള ഒരു ചുറ്റുപാട്, ഒരു വ്യവസ്ഥിതി ഇവിടെ കൊണ്ടുവരികയും ഇതിനു വേണ്ടിയുള്ള ക്രിയാത്മകമായ പ്രവർത്തനങ്ങളിലേക്കാണ് നമ്മൾ ഇറങ്ങേണ്ടത്. ആ രൂപത്തിൽ ഒരു ജോബ് കൾച്ചർ ഇവിടെ രൂപം കൊള്ളണം, ഒരു സംസ്കാരം ഇവിടെ രൂപം കൊള്ളണം. നമുക്കറിയാം ഇപ്പോൾ ഏത് മേഖലയിലും മാഫിയാണ്. നമുക്കറിയാം ഒരു ജോലി ചെയ്യാതെ ഒരു യാചന നടത്തുന്നത്, ഒരു പണി ചെയ്യാതെ കാര്യമായ ഇപ്പോൾ ഈ കാലഘട്ടത്തിൽ അന്ധന്മാർക്കും വികലാംഗർക്കുമെല്ലാം അവരുടെ സാഹചര്യങ്ങൾക്കനുസരിച്ച് ജോലി ചെയ്യാനുള്ള ഒരുപാട് അവസരങ്ങളുണ്ട്. ഇപ്പൊ കമ്പ്യൂട്ടർ IT ടെക്നോളജി ഒക്കെ വന്നപ്പോൾ ഏത് എഴുന്നേൽപ്പിച്ച് നടക്കാൻ പറ്റാത്ത ആൾക്കും അവന്റെ ആ സ്റ്റാൻഡിൽ നിന്നുകൊണ്ട് അവനെ സപ്പോർട്ട് ചെയ്താൽ മതി, പുറത്തുനിന്ന് അവന് മാന്യമായി ജീവിക്കാനുള്ള അവസരമുണ്ട്. ഈ കാലഘട്ടത്തിൽ ആരോഗ്യമുള്ള ബുദ്ധിയും എല്ലാമുള്ള ആളുകൾ യാചന നടത്തിക്കൊണ്ട് ഒരുപാട് പണം ഉണ്ടാക്കുന്നത് എന്തിനു വേണ്ടിയാണ്? ഇതൊരു മാഫിയായി വളർന്നുകൊണ്ടിരിക്കുകയാണ്. അത് റിക്രൂട്ട് ചെയ്യുകയാണ്. റമദാൻ കാലഘട്ടത്തിലോ ശബരിമല കാലഘട്ടത്തിലോ ഉത്സവ കാലഘട്ടത്തിലോ പുറത്തുനിന്ന് ആളുകളെ റിക്രൂട്ട് ചെയ്തുകൊണ്ട് യാചന നടത്തുന്ന ഒരു യാചക മാഫിയായി ഇവിടെ വളർന്നിരിക്കുകയാണ്. അതുപോലെ മണൽ മാഫിയ നമുക്കറിയാം, ഗവൺമെന്റിന്റെ നിരുത്തരവാദിപരമായ നിയമങ്ങളിലൂടെ ഒരു വലിയ ക്രിമിനൽ സംഘം ഇവിടെ രൂപം കൊണ്ടിരിക്കുകയാണ് മണൽ മാഫിയ. അതുപോലെ റിയൽ എസ്റ്റേറ്റ് മാഫിയ, ഏത് മേഖലകളിലും. ഇപ്പോൾ തൊഴിൽ മാഫിയ, ഇപ്പോൾ ഗവൺമെന്റ് ജോലിക്ക് വേണ്ടി 20 വയസ്സ് മുതൽ വിദ്യാഭ്യാസം 20-22 വയസ്സിൽ ഡിഗ്രി കഴിഞ്ഞ ആള് 32 വയസ്സ് വരെ അവൻ ഒരു ജോലിയും ചെയ്യാതെ PSCക്ക് ടെസ്റ്റ് എഴുതാം. എന്നാൽ ഈ PSCക്ക് പാസ്സാകാൻ വേണ്ടി ടെസ്റ്റ് കോച്ചിങ് സെന്ററുകൾ വേറെ വന്നിരിക്കുകയാണ്. ഇങ്ങനെ ഒരു സമൂഹത്തിന് ക്രിയാത്മകമായി ഏറ്റവും നല്ല സമയത്ത് ആ ക്രിയാത്മകമായി പ്രവർത്തിക്കുന്ന സമയം മുഴുവനും അനാവശ്യമായി അത് ക്രിയേറ്റീവ് അല്ലാത്ത രൂപത്തിൽ എഴുതുന്നത്, ഇതൊക്കെ ജോബ് കൾച്ചർ ഇല്ലാതായത് കൊണ്ടാണ്. അപ്പോൾ ഇത് നാം വ്യക്തികളെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. കാരണം ഈ ഒരു സിസ്റ്റം മാറാതെ ആ വ്യക്തികൾക്ക് മാറാൻ സാധിക്കുകയില്ല. അതാണ് ഞാൻ പറഞ്ഞത്, ഈ സിസ്റ്റവും മാറണം, വ്യക്തികളും മാറണം. ഇത് രണ്ടിനും വളരെ ആസൂത്രിതമായ, വളരെ ചിന്തിക്കുന്ന ക്രിയാത്മകമായ ചിന്തകൾ ആവശ്യമാണ്. ഇതൊരു സുപ്രഭാതത്തിൽ നടപ്പാക്കാൻ സാധിക്കുകയില്ല. പക്ഷെ ഖുർആനിന്റെ ഒരു പുലരി ഇവിടെ വരുമെന്നത് നമുക്ക് ഉറപ്പിക്കാം. ഖുർആൻ എന്താണ് എന്ന് നമുക്കത് വായിച്ച് മനസ്സിലാക്കിയാൽ ആ ആശയത്തിലേക്ക് ഒരു പൊതുസമൂഹത്തിൽ നിന്ന് ഒരു കുറഞ്ഞ ശതമാനമെങ്കിലും വന്നു കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് അതൊരു നല്ലൊരു രൂപത്തിൽ അത് അവതരിപ്പിക്കാനും നടപ്പിലാക്കാൻ സാധിക്കുമെന്ന് ഉറപ്പുണ്ട്. അപ്പൊ ആ രൂപത്തിൽ ഒരു നല്ലൊരു ചിന്ത സമൂഹത്തിന് എല്ലാവർക്കും ഗുണകരമായ രൂപത്തിൽ ഒരു സംസ്കാരം രൂപം കൊള്ളണം. ഇന്നിപ്പോൾ ലോകത്ത് മതങ്ങളുടെ ഒരു തലം മാറ്റിവെച്ചാൽ ഇന്ന് ലോകത്ത് ശാസ്ത്ര സാങ്കേതികമായ വളരെയധികം വളർച്ച കൈവരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ്. ഇന്നിപ്പോ ലോകത്ത് സമ്പത്ത്, അത് ഭക്ഷണത്തിന്റെ കാര്യത്തിലായാലും മറ്റുള്ള സുഖ സൗകര്യങ്ങളായാലും അതെല്ലാം ആവശ്യത്തിന് ലഭിക്കുന്ന രൂപത്തിൽ ഇന്ന് ടെക്നോളജി അതിന്റെ ഉയർന്ന തലത്തിൽ സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇനിയിപ്പോ ലോകത്ത് പല ആളുകൾക്ക് ചില സ്ഥലങ്ങളിൽ പട്ടിണിയുണ്ട്. പട്ടിണിയില്ലാതെ ഞാൻ പറയുന്നില്ല, സോമാലിയയിൽ പട്ടിണിയുണ്ട്. അതുപോലെ ഇന്ത്യയിൽ ബഹുഭൂരിപക്ഷം സമൂഹങ്ങളിലും പട്ടിണിയുണ്ട്. അതുപോലെ അടിസ്ഥാന ആവശ്യങ്ങൾ ലഭിക്കാത്ത ഒരുപാട് സമൂഹങ്ങളുണ്ട്. പക്ഷെ ഇതൊന്നും യഥാർത്ഥത്തിൽ ഈ ലോകത്ത് മൊത്തത്തിൽ ഭക്ഷണം ഇല്ലാത്തത് കൊണ്ടോ അല്ലെങ്കിൽ ആവശ്യത്തിന് വിഭവങ്ങൾ ഇല്ലാത്തത് കൊണ്ടോ അല്ല. ഇപ്പൊ ഒരു റൂമിൽ വെച്ച് തന്നെ ഒരു വർഷം ഒരു കുടുംബത്തിന് ആവശ്യമായ ഭക്ഷണം ഒരൊറ്റ റൂമിൽ വെച്ച് തന്നെ ഉണ്ടാക്കാൻ പറ്റുന്ന അത്ര ടെക്നോളജി ഇപ്പൊ ഇസ്രായേലിന്റെ ഒക്കെ ടെക്നോളജി എന്ന് പറയും നമ്മള്. ഇസ്രായേൽ ടെക്നോളജി ഒക്കെ ഭക്ഷ്യ വിഭവ രംഗത്തൊക്കെ വളരെയധികം വിപ്ലവങ്ങൾ സൃഷ്ടിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഞാൻ പറഞ്ഞുകൊണ്ട് തന്നെ ടെക്നോളജി അതിന്റെ ഉയർന്ന തലത്തിൽ തന്നെയാണ് സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത്. ഇനി ചില സമൂഹങ്ങളിൽ അതില്ലാതിരിക്കുന്നുണ്ടെങ്കിൽ അത് അവരുടെ അന്ധമായ വിശ്വാസങ്ങളും പാരമ്പര്യമായ വിശ്വാസങ്ങളുടെ പേരിൽ അവർ ഈ ടെക്നോളജി ഉപയോഗിക്കാൻ തയ്യാറാകാത്തതിന്റെ പേരിലോ അല്ലെങ്കിൽ ഇതിനെ മറ്റുള്ളവർക്ക് നൽകുന്നതിൽ ശരിയായ വിതരണം നടക്കാത്തതിന്റെ പേരിലോ ആണ്. അല്ലാതെ ഇന്ന് ലോകത്ത് മൊത്തത്തിലെടുത്തു കഴിഞ്ഞാൽ ആവശ്യമായ ഭക്ഷണങ്ങളായാലും വസ്ത്രങ്ങളായാലും അതെല്ലാം ആവശ്യത്തിനധികം ഇവിടെ ഉത്പാദിപ്പിക്കപ്പെടുന്നുണ്ട്. അപ്പോൾ ടെക്നോളജി ഇനിയും കൂടുതൽ മുന്നോട്ടല്ലാതെ പിന്നോട്ട് പോകുന്ന പ്രശ്നമില്ല. അത് ആര് തടഞ്ഞു നിർത്തിയാലും അത് അതിൻ്റെതായ വഴിക്ക് സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ്.
ഈ വിഷയം ഇവിടെ പറയുമ്പോൾ ഞാൻ ഇന്നത്തെ ഒരു പത്രത്തിലൊരു റിപ്പോർട്ട് ഞാൻ വായിക്കുകയാണ്. മാതൃഭൂമിയിൽ ഇന്നത്തെ റിപ്പോർട്ടാണ്. ഒരു വർഷം പാഴാക്കുന്നത് 200 കോടി ടൺ ഭക്ഷണം. ലോകത്തെ ഭക്ഷ്യവസ്തുക്കളിൽ പകുതിയിലേറെയും പാഴായി പോകുന്നതായി റിപ്പോർട്ട്. പട്ടിണിയും പോഷകാഹാരക്കുറവും കാരണം അവികസിത ദരിദ്ര രാജ്യങ്ങളിൽ പ്രതിവർഷം ആയിരങ്ങൾ മരണത്തിന് ഇരയാകുമ്പോഴാണ് പ്രതിവർഷം ഏതാണ്ട് 200 കോടി ടൺ ഭക്ഷ്യവസ്തുക്കൾ ഉപയോഗിക്കാതെ പോകുന്നത്. ബ്രിട്ടനിലെ ഇൻസ്റ്റിറ്റ്യൂഷൻ ഓഫ് മെക്കാനിക്കൽ എഞ്ചിനീയേഴ്സിന്റെ പഠനത്തിലാണ് ഈ ഞെട്ടിക്കുന്ന കണ്ടെത്തൽ. ആരും കഴിക്കാതെ പാഴാകുന്ന ഇവയുടെ കൃഷിക്കായി 55,000 കോടി ക്യൂബിക് മീറ്റർ വെള്ളമാണ് പാഴാക്കുന്നത്. നിലവാരം കുറഞ്ഞ സംഭരണ സംവിധാനങ്ങൾ, കാലാവധി തീരുന്ന തീയതിക്ക് മുമ്പ് വിറ്റഴിയാതെ വരുന്നത്, ഉപഭോക്താവിന്റെ പിടിവാശി, വൻതോതിൽ വാങ്ങിക്കൂട്ടുന്നത് തുടങ്ങി പല കാരണങ്ങളാലാണ് ഭക്ഷ്യവസ്തുക്കൾ ഉപയോഗശൂന്യമാകുന്നത്. യൂറോപ്പിലും യുഎസിലുമാണ് പാഴാക്കൽ കൂടുതൽ. ഭക്ഷ്യവസ്തുക്കൾ പാഴാക്കുന്നതിൽ സൂപ്പർ മാർക്കറ്റ് സംസ്കാരത്തിന് വലിയ പങ്കുണ്ടെന്ന് റിപ്പോർട്ടിൽ പറയുന്നു. ഒന്ന് വാങ്ങിയാൽ മറ്റൊന്ന് സൗജന്യം പോലുള്ള ഇവരുടെ വിൽപ്പന തന്ത്രങ്ങൾ ആവശ്യത്തിൽ കൂടുതൽ വാങ്ങാൻ ഉപഭോക്താവിനെ പ്രേരിപ്പിക്കും. കൂടാതെ സൂപ്പർ മാർക്കറ്റിൽ പ്രദർശിപ്പിക്കാനുള്ള സൗന്ദര്യമില്ലാത്തതിനാൽ വിളവെടുക്കാതെ പാഴായി പോകുന്ന പച്ചക്കറിയുടെ അളവും വലുതാണെന്ന് പഠനം കണ്ടെത്തി. ബ്രിട്ടനിൽ മാത്രം 30% പച്ചക്കറി ഇങ്ങനെ പാഴാകുന്നുണ്ട്. അവികസിത രാജ്യങ്ങളിൽ കൃഷിയിടങ്ങളിൽ നിന്ന് വിപണിയിലെത്തുമ്പോഴേക്കും കാർഷിക വിഭവങ്ങൾ വൻതോതിൽ ഉപയോഗശൂന്യമാകുന്നു. സംഭരണ വിതരണ സംവിധാനങ്ങളുടെ അപര്യാപ്തയാണ് ഇവിടെ വില്ലൻ. ഇതിനെതിരെ സർക്കാരുകളും ഐക്യരാഷ്ട്രസഭ പോലുള്ള രാജ്യാന്തര സംഘടനകളും ബോധവൽക്കരണം നടത്തണമെന്ന് ഇൻസ്റ്റിറ്റ്യൂഷൻ ഓഫ് മെക്കാനിക്കൽ എഞ്ചിനീയേഴ്സ് അഭിപ്രായപ്പെട്ടു. പറഞ്ഞു വന്നത് ഭക്ഷ്യവിഭവങ്ങൾ അടക്കമുള്ള വിഭവങ്ങൾ ഇന്ന് ലോകത്ത് ആവശ്യത്തിലധികം ഉൽപ്പാദിപ്പിക്കാൻ നമുക്കുള്ള ടെക്നോളജി പര്യാപ്തമാണ്. ഇനി എവിടെയാണ് കുഴപ്പം? 2 കുഴപ്പങ്ങളാണുള്ളത്. ഞാൻ മുമ്പ് പറഞ്ഞതുപോലെ, ഒന്ന് നമ്മുടെ പാരമ്പര്യമായ വിശ്വാസങ്ങളിൽ ഊന്നിക്കൊണ്ട്, അന്ധവിശ്വാസങ്ങളും അനാചാരങ്ങളിൽ ഊന്നിക്കൊണ്ട് ഈ ലഭ്യമായ വിഭവങ്ങൾ, ലഭ്യമായ ടെക്നോളജിയൊക്കെ വേണ്ട രൂപത്തിൽ ഉപയോഗിക്കാതിരിക്കുക. അതിനെതിരെയാണ് പുരോഗമന പ്രസ്ഥാനങ്ങളും മറ്റു പ്രസ്ഥാനങ്ങളുമെല്ലാം പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. ഇത് ഒന്നാമത്തെ തലമാണ്. രണ്ടാമത്തെ തലം, ഈ ടെക്നോളജിയൊക്കെ ഉണ്ടെങ്കിൽ പോലും ഇത് ശരിയായ ആളുകൾക്ക്, അർഹതപ്പെട്ട ആളുകൾക്ക് ഇത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാൻ സാധിക്കുന്നില്ല. അപ്പൊ ഇവിടെയാണ് ഖുർആനിന്റെ വായനയുടെ 2 തലങ്ങൾ നമ്മൾ ചർച്ച ചെയ്യപ്പെടേണ്ടതുണ്ട്. ഒന്ന്, ഖുർആൻ അതിന്റെ യഥാർത്ഥമായ വായന, അതാണ് ഇവിടെ നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുന്ന വായന. അവിടെ നടക്കുന്നത് അത് ഖുർആൻ അറബി ഭാഷയും സാഹിത്യവും ഒക്കെ ഉപയോഗിച്ചുകൊണ്ട് തന്നെ അത് നമുക്ക് സാധിക്കുകയുള്ളൂ. പക്ഷെ പിന്നെ രണ്ടാമത്തെ ഘട്ടം അതിന്റെ ഇംപ്ലിമെന്റേഷനാണ്. ഈ ആശയങ്ങൾ ഈ സമൂഹത്തിന് ഗുണകരമായ രൂപത്തിൽ അവതരിപ്പിക്കണം. അത് ഏതെങ്കിലും ഒരു മതത്തിന്റെ, ഏതെങ്കിലും ഒരു വിശ്വാസത്തിന്റെ ഉള്ളിൽ നിന്ന് ചെയ്യേണ്ടതല്ല. അത് സമൂഹത്തിലെ എല്ലാ അംഗങ്ങളെയും ഉൾക്കൊള്ളിച്ചുകൊണ്ട് ഒരു പ്രവർത്തന പദ്ധതിയാണത് നടത്തേണ്ടത്. അതിന് ആശയപരമായ വ്യത്യാസം അവിടെ പരിഗണിക്കാതെ എല്ലാവരെയും ഉൾക്കൊള്ളുന്ന ആ ഒരു തലത്തിലേക്കുള്ള പ്രവർത്തനത്തിൽ കൂടി നാം പങ്കാളികളാകേണ്ടതുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, ഈ വിഭവങ്ങളെല്ലാം ഇവിടെ വിതരണം ചെയ്യപ്പെടാത്തത് അത് നമുക്ക് ടെക്നോളജിയുടെ അഭാവം കൊണ്ടല്ല, മറിച്ച് നമ്മുടെ കാഴ്ചപ്പാടിന്റെ അഭാവം കൊണ്ടാണ്. സമൂഹത്തെ ഒന്നായി കാണുന്ന, സമൂഹത്തിലെ എല്ലാ അംഗങ്ങളെയും ഒന്നായി കാണുന്ന, എല്ലാ ആളുകൾക്കും വേണ്ടി ഇത് തുറന്നു വെക്കുന്ന, അതാണ് വമിന്മാർ റസക്കനാവും യുംതീഖൂൻ എന്ന് ഖുർആൻ പറഞ്ഞത്. നാം നൽകിയ വിഭവങ്ങൾ അവർ തുറന്നു വെക്കുന്നവരാണ്. മറ്റൊരു സ്ഥലത്ത് ഖുർആൻ പറഞ്ഞു, മാതാ യുംതീഖൂൻ കുനിൽ യഖൂൽ, നിങ്ങളവർ ചോദിക്കുന്നു, മാതാ യുംതീഖൂൻ, എന്താണ് തുറന്നു വെക്കേണ്ടത്? കുനിൽ അഖ്വ, ഈ പറയുക വിട്ടുവീഴ്ച ചെയ്യലാണ്. അപ്പോൾ സമൂഹത്തിലെ അംഗങ്ങൾക്ക് വേണ്ടി, എല്ലാ ആളുകൾക്കും വേണ്ടി നമ്മുടെ വിഭവങ്ങളെല്ലാം തുറന്നു വെക്കുകയും നമുക്ക് കിട്ടിയ ടെക്നോളജി ആയാലും മറ്റ് കഴിവുകളായാലും അവസരങ്ങളായാലും അത് സമൂഹത്തിൽ എല്ലാവർക്കും ആക്കാൻ വേണ്ടിയുള്ള പ്രവർത്തനങ്ങളാണ് വേണ്ടത്. ഈ ഒരു കാഴ്ചപ്പാട്, ഈ ഒരു ദർശനമാണ് ഇന്ന് നമുക്ക് ആവശ്യം. ഒരു ടെക്നോളജി മാത്രം ഉണ്ടായതുകൊണ്ടോ അല്ലെങ്കിൽ കേവലം അന്ധവിശ്വാസങ്ങളും അനാചാരങ്ങളും ഇല്ലാതാക്കിയതുകൊണ്ട് മാത്രം കാര്യമില്ല. അതിന്റെ കൂടെ തന്നെ ഇതെല്ലാം ഒരുമിച്ച് എല്ലാവർക്കും ഒരുപോലെ പങ്കുവെക്കേണ്ടതാണ് എന്ന ഒരു ദർശനമാണ് നമുക്ക് വേണ്ടത്. ഈ ദർശനത്തിന്റെ അഭാവമാണ് ഇന്ന് സമൂഹം നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നം. ഇന്ന് സമൂഹത്തിൽ ഏറ്റവും കൂടുതൽ വേണ്ടത് ഈ ഒരു നല്ല ദർശനമാണ്. ഈ ഒരു ദാർശനികമായ രൂപത്തിലാണ് നമ്മൾ ഖുർആനിനെയും വായിക്കേണ്ടത്. അതാണ് ഖുർആൻ പറഞ്ഞത്, ലാ തുദ്രിക്കുൽ അബ്സാറ വഹുവ യദ്രിക്കുൽ അബ്സാർ. ദർശനങ്ങൾക്ക് അവനെ മറികടക്കാൻ കഴിയില്ല. ഈ ആശയങ്ങൾ, ഉന്നതമായ ആശയങ്ങളാണ് ഖുർആൻ അവതരിപ്പിക്കുന്നത്. അതുകൊണ്ടാണ് റബ്ബിക്കും, നിങ്ങളുടെ റബ്ബിൽ നിന്നുള്ള ഒരു ദർശനം നിങ്ങൾക്ക് വന്നു കിട്ടിയിട്ടുണ്ട്, ഉന്നതമായ ദർശനം. ഇത് ബസായിറുന്ന, ഈ ജനങ്ങൾക്കുള്ള ദർശനമാണ്. എല്ലാ സമൂഹങ്ങളെയും ഒന്നായി കാണുന്ന, എല്ലാവർക്കും വേണ്ട രൂപത്തിൽ വിഭവങ്ങൾ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്ന, ആർക്കും പട്ടിണി കിടക്കാൻ സാധ്യതയില്ലാത്ത രൂപത്തിൽ എല്ലാവരെയും ഒരുപോലെ കാണുന്ന, എല്ലാവർക്കും വേണ്ടി വിഭവങ്ങൾ തുറന്നു വെക്കുന്ന, നമുക്ക് കിട്ടിയ അറിവുകൾ പങ്കുവെക്കാനുള്ള മനോഭാവം, ആ മനോഭാവത്തിലേക്കാണ് നമ്മൾ ജനങ്ങളെ ക്ഷണിക്കേണ്ടത്. ആ ഒരു ചിന്തയിലേക്ക്,
ആ ഒരു ഉന്നതമായ കാഴ്ചപ്പാടിലേക്ക് നമ്മൾ ക്ഷണിക്കാൻ സാധിക്കാത്തിടത്തോളം കാലം എത്ര വലിയ ടെക്നോളജി ഇവിടെ ഉണ്ടായിട്ടും ഈ സമൂഹത്തിനത് ഗുണകരമാകുകയില്ല. നമുക്കറിയാം, ഇപ്പൊ ഇന്ത്യയും പാകിസ്ഥാൻ തമ്മിൽ ക്രൈസിസ് നടന്നുകൊണ്ടിരിക്കുകയാണ്. എല്ലാ കാലത്തും ഈ ക്രൈസിസ് ഒക്കെ നടക്കുന്നത് സമൂഹത്തെ എല്ലാവരും ഒന്നാണ് എന്ന മനോഭാവം, ഉന്നതമായ ദർശനം ഇല്ലാത്തത് കൊണ്ടാണ്. ഈ ദർശനത്തിലേക്കാണ് നമ്മൾ ക്ഷണിക്കേണ്ടത്. അതാണ് ഖുർആനിന്റെ യഥാർത്ഥമായ ലക്ഷ്യം. മനുഷ്യ സമൂഹങ്ങളെല്ലാം ഒന്നാണെന്ന ചിന്തയിലേക്ക് നയിക്കുവാൻ വേണ്ടി ആ ഒരു ദാർശനികമായ ചിന്തയിലേക്ക് എല്ലാവരും വരണമെന്ന് അഭ്യർത്ഥിക്കുന്നു.